വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യക്ക് ഇന്ന് ആദ്യ മത്സരം. ഇന്ന് രാത്രി 7:30 മണിക്ക് ദുബായിൽ നടക്കുന്ന മത്സരത്തിൽ ന്യൂസിലൻഡാണ് എതിരാളികൾ. ആശാ ശോഭനയും സജന സജീവനും ആദ്യ 11-ൽ ഇടം പിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് മലയാളി ആരാധകർ. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം വിവരങ്ങൾ നൽകുന്നു. പറയൂ അനിൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. പുരുഷ ടീമിന് പിന്നാലെ കുട്ടി ക്രിക്കറ്റിലെ വിശ്വകിരീടം നേടാമെന്ന പ്രതീക്ഷയിൽ നമ്മുടെ വനിതാ ടീമും ഇന്ന് ഇറങ്ങുകയാണ്. ആദ്യ മത്സരത്തിൽ ന്യൂസിലാൻഡാണ് എതിരാളികൾ. രാത്രി 7:30 ദുബായിലാണ് ഈ മത്സരം നടക്കുന്നത്. സമീപകാലത്തൊക്കെ തന്നെ ഇന്ത്യ വനിതാ ക്രിക്കറ്റിലും മികച്ച പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത്. പക്ഷേ ഒരു ലോക കിരീടം പലതവണ കയ്യെത്തും ദൂരെ നഷ്ടമാവുന്ന കാഴ്ചയാണ് കണ്ടത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ സെമി ഫൈനൽസിൽ വീണു. അതിനു മുമ്പ് റണ്ണറപ്പുകളായി ഓസ്ട്രേലിയയോട് തോറ്റത്, അതും കയ്യിൽ കിട്ടിയ ഒരു മത്സരമാണ് അന്ന് നഷ്ടപ്പെട്ട നമുക്ക് കിരീടം നഷ്ടമായത്. പക്ഷേ ഇത്തവണ ഒന്നുകൂടി മികച്ച ടീമുമായാണ് ഇന്ത്യ വരുന്നത്. സമീപകാലത്തൊക്കെ തന്നെ ഏത് ടീമിനെയും തോൽപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ടീമായി നമ്മുടെ വനിതാ ടീമും മാറിക്കഴിഞ്ഞു. ഹർമൻപ്രീത് നയിക്കുന്ന ടീമിൽ സ്മൃതി മന്ദാന, ദീപ്തി ശർമ്മ, ജമീമ റോഡ്രിക്സ്, ഷെഫാലി വർമ്മ തുടങ്ങിയ മാച്ച് വിന്നർമാർ ഏറെയുണ്ട്. ഇന്നത്തെ ഒരു മത്സരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകകപ്പ് ടീമിൽ, വനിതാ ടീമിൽ ആദ്യമായി രണ്ട് മലയാളി താരങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ആശാ ശോഭനയും സജന സജീവനും. അതുകൊണ്ട് തന്നെ അവരിൽ ഒരാൾക്ക് ഇന്ന് ആദ്യ ലെവലിൽ ഇടം കിട്ടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ആശയ്ക്കാണ് സാധ്യത കൂടുതൽ. സന്നാഹ മത്സരങ്ങളിലെല്ലാം തന്നെ ആശ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. 2 മത്സരങ്ങളിലും വിക്കറ്റ് എടുത്തു. അതുകൊണ്ട് ആശയ്ക്ക് ഒരുപക്ഷെ ഇന്നത്തെ മത്സരത്തിൽ അവസരം കിട്ടാൻ സാധ്യതയുണ്ട്. 2 താരങ്ങളും ആദ്യ ലെവലിൽ തന്നെ കളിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ന്യൂസിലാൻഡും ഒട്ടും മോശക്കാരല്ല. 2 തവണ റണ്ണറപ്പുകളായതാണ് ഈ ടൂർണമെൻറ്റിൽ. ഡിവൈനും അമേലിയ കെയറും അടക്കമുള്ള ഈ ടീമും ഏറ്റവും മികച്ചതാണ്. ഈ ലോകകപ്പിലെ നേർക്കുനേർ പോരാട്ടങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയും ന്യൂസിലാൻഡും ഒപ്പത്തിനൊപ്പമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഉഗ്രൻ മത്സരം തന്നെയാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവ്.